കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഒരാഴ്ചയായിട്ട് യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് മലയാള സിനിമാ ലോകത്ത് നടക്കുന്നതെന്ന് പറയാതെ വയ്യാത്തൊരു കാര്യമാണ്. പല പ്രമുഖന്മാരും ആരോപണത്തിന്റെ നിഴലിൽ വരുന്നു. വിഗ്രഹങ്ങൾ പലതും ഉടയുന്നു, പല സ്ഥാനങ്ങളും തെറിക്കുന്നു, പല പ്രമുഖരും മൗനം പാലിക്കുന്നു, പലരുടെയും തല ഉരുളുന്നു, കനത്ത പ്രതിഷേധങ്ങൾ ഉയരുന്നു. വളരെ വലിയ കലാപസമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ ഉയരുന്നത്. പല പ്രമുഖന്മാരുടെയും മൗനം തന്നെയാണ് പ്രതിഷേധത്തെ ആളിക്കത്തിക്കുന്നത് പോലെ തന്നെ ചോദ്യത്തിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. പ്രമുഖരായ പല നടന്മാരും ഈ വിഷയത്തിൽ യാതൊരുവിധ അഭിപ്രായമോ ഇടപെടലുകളോ നടത്താതെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നും അതേ തുടർന്നുണ്ടായിട്ടുള്ള ഈ വലിയ കോലാഹലങ്ങളെ തുടർന്നും വലിയ വലിയ പ്രശ്നങ്ങളാണ് അമ്മ സംഘടനയിൽ ഉള്ളതെന്നാണ് പറയുന്നത്. രണ്ട് ഘടകങ്ങളായി അമ്മ സംഘടന ഉള്ളിൽ മാറിയെന്ന് വരെ പറയുന്നവരുണ്ട്. പ്രത്യക്ഷത്തിൽ അത് അങ്ങനെ അല്ലെങ്കിലും പരോക്ഷമായി അത്തരത്തിൽ രണ്ട് തട്ടിലാണെന്നുള്ള സൂചനകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് പുറത്തു വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് എല്ലാവരും തന്നെ രാജിക്കായി തയ്യാറായിരിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്ത ജഗദീഷും തന്റെ ഈ അമ്മ എന്ന സംഘടനയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ജഗദീഷ് എല്ലാം വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് അമ്മ സംഘടനയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെച്ചതിന് പിന്നാലെ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലും സ്ഥാനം ഒഴിയാൻ പോകുകയാണ് എന്ന് സ്ഥിരീകരിക്കാത്ത സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അമ്മ സംഘടനയിലെ താരങ്ങൾക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരാധിക്കപ്പെട്ട പല ആളുകളുടെയും വിഗ്രഹങ്ങൾ ഉടഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നേതൃസ്ഥാനം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന ചില സൂചനകൾ പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങളിൽ അമ്മ സംഘടനയിൽ നിന്ന് അങ്ങനെ വലിയൊരു പ്രതികരണമോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആരും തന്നെ ഈ വിഷയത്തെ വേണ്ടതുപോലെ അഡ്രസ്സ് ചെയ്തോ എന്നുള്ള കാര്യം വരെ വളരെ അധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലരും ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ചർച്ചയ്ക്ക് പോലും ആദ്യ ദിവസങ്ങളിൽ വന്നിരുന്നില്ല. സംഘടന ഇന്ന് ഒരു പത്രസമ്മേളനം നടത്താൻ ആലോചിക്കുകയായിരുന്നു. എന്നാൽ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് ഇപ്പോൾ മോഹൻലാൽ അറിയിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. പ്രധാന ഭാരവാഹികൾ പോലും ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രതിനിധിയായി വരാൻ താല്പര്യം കാണിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അമ്മയ്ക്ക് മുൻപിൽ എത്തിയിട്ടുള്ള സ്ത്രീ അംഗങ്ങളായിട്ടുള്ള നടികളുടെ പരാതികൾ പലപ്പോഴും അമ്മ അവഗണിച്ചിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അമ്മയ്ക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതേ തുടർന്നാണ് ഈ സംഘടനാ നേതൃത്വം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം തേടി എന്നിട്ടുള്ള സൂചനകൾ വരുന്നത്. ഈ സ്ഥാനത്ത് താൻ തന്നെ തുടരണമോ എന്നുള്ള കാര്യത്തിൽ ആത്മീയ നേതാവിന്റെ ഉപദേശം തുടരണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു കാര്യം വരുന്നത്, അതായത് ഈ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം മാറി നിൽക്കുന്നത് താരസംഘടനയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് വാദിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ തന്നെ സൂപ്പർ താരം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ അമ്മ സംഘടനയിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് സാർ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ മോഹൻലാൽ കൂടി സ്ഥാനം ഒഴിയുന്നത് ഈ സംഘടനയെ കൂടുതൽ സംശയത്തിന്റെ നിഴലിൽ ആക്കുമെന്നും ഒരു നാദനില്ലാ കളരി ആകുന്ന പോലെയൊക്കെയാണ് ആളുകൾ ഇതിനെ വിലയിരുത്തുന്നത്. ഇതേപോലെ തന്നെ ഇപ്പോഴത്തേക്ക് താൽക്കാലികമായിട്ട് ഒരു ഭരണസമിതി രൂപീകരിച്ച് സംഘടന മുന്നോട്ട് പോയി പിന്നീട് ആരോപണങ്ങൾ കെട്ടടങ്ങിയ ശേഷം വീണ്ടും സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താനും നീക്കമുണ്ടെന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ അമ്മ എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീഷ് വളരെ വലിയ ശക്തമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ പറയുന്ന ഭാരവാഹികളുടെ രാഷ്ട്രീയം നോക്കണമെന്നുള്ള മന്ത്രി പി രാജീവിന്റെ ഒരു അഭിപ്രായം വളരെ വലിയ ഒരു അമർഷമാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീഷ് അടക്കമുള്ളവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചായ്വിനെ കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് ജഗദീഷും മാറി നിൽക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ആദ്യം പറഞ്ഞത്
പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥയെ തുടർന്ന് ജഗദീഷ്, ജയൻ ചേർത്തല തുടങ്ങിയിട്ടുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ സംഘടനയെ വിമർശിച്ച് രംഗത്ത് വന്നതും സംഘടനയുടെ ഉള്ളിൽ തന്നെയുള്ള അടികളും സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്ന രൂക്ഷ വിമർശനങ്ങളും രാജിവെക്കാൻ മോഹൻലാലിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്. എന്തു തന്നെ ആയാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് വരുന്ന വെളിപ്പെടുത്തലുകളും ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് മലയാള സിനിമയിൽ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നുള്ള തെളിവാണ് ഈ അസൗകര്യം പറച്ചിലും പിന്മാറ്റ ശ്രമങ്ങളും എന്ന് പറയാതെ വയ്യെന്ന് പറയുന്നവരുമുണ്ട്. ആരോപണം തെളിയിച്ചും അഗ്നിശുദ്ധി വരുത്തിയും ആരോപണക്കാർ പുറത്തു വരികയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യട്ടെയൊക്കെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.